പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ രാവിലെ എഴുന്നേറ്റു, ചായയൊക്കെ കുടിച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സാമ്പാർ ചൂടാക്കുവാണ്ടോ. അപ്പോഴത്തേക്കും ദാ അമ്പക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. അമ്പക്കുട്ടൻ തലേദിവസം കളിച്ചിട്ട് കിടന്നത് അതേപോലെ തന്നെ രാവിലെ ദാ എടുത്തിരുന്ന് കളിക്കുവാണ്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ദോശയും പിന്നെ സാമ്പാറും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ തലേദിവസത്തെ ഉണ്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ദാ ദോശ അങ്ങനെ ഉണ്ടാക്കുവാണ്. ഇവിടെ കൂടുതലും അരിദോശയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ദാ ചമ്മന്തിക്ക് വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അരച്ച് പെട്ടെന്ന് വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ, അതും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നിപ്പോൾ വെക്കേഷനാണല്ലോ, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് എന്തായാലും ഇവർക്ക് പ്രശ്നമില്ല കേട്ടോ. പിന്നെ അംഗനവാടിയിലാണെങ്കിലും ഒരാഴ്ചയായിട്ട് അവധി കൊടുത്തേക്കുവാണ്. മഴ ചൂടായതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ, ഒരു രക്ഷയില്ല. അത് കാരണം ഒരാഴ്ചത്തേക്ക് അംഗനവാടിയൊക്കെ അവധിയാണ്. പമ്പുവും വീട്ടിലുണ്ട്. പമ്പു വീട്ടിലുള്ള പമ്പുവിന് ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അംഗനവാടിയിലാകുമ്പോൾ ആൻറ്റീനെയും ടീച്ചറിനെയും പേടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ ദാ അവർക്ക് അവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തെല്ലാം കഴിഞ്ഞപ്പോൾ കല്ലുമോള ദാ കുളിപ്പിച്ച്, കല്ലുമോൾ ഇപ്പോൾ പിടിച്ചൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ ദാ അമ്പുക്കുട്ടനോട് അച്ചുവിനോട് എന്തൊക്കെയോ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഞാൻ പോയത് കിച്ചണിലോട്ടാണ് കേട്ടോ. ഉച്ചയ്ക്കത്തേക്കുള്ള കറി റെഡിയാക്കണം. അപ്പം അമ്മ മീൻ കറി വെച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ റെഡിയാക്കണം. അപ്പം നിമോചേട്ടൻ എന്താ വാങ്ങിച്ചിട്ട് വന്നത് നെയ്മീനാണ് ചെറുത്. അത് ക്ലീൻ ചെയ്തെടുക്കണം. എനിക്ക് മീൻ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻ വാങ്ങിച്ചിട്ട് വന്ന് ക്ലീൻ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഒരാളിരുന്ന് എന്താ പറയുക, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ക്ലീൻ ചെയ്യാൻ എനിക്ക് കൂടുതലിഷ്ടം. അമ്പുക്കുട്ടൻ എന്താ മീനെടുത്ത് വന്നിട്ട് നോക്കലും പിടിക്കലും, അത് ജീവനില്ലാത്ത മീനാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അമ്പുക്കുട്ടൻ അതിനൊരു പരിവാക്കുന്നതാണ്. അങ്ങനെ എന്താ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോഴത്തേക്കും പകുതി കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അങ്ങനെ ഫുഡൊക്കെ റെഡി ആയപ്പോൾ അമ്പുവിന് വാരി കൊടുക്കുക കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ മാക്സിമം അമ്പുവിന് വാരി തന്നെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം അച്ചുക്കുട്ടൻ ഉണ്ടായപ്പോൾ അച്ചുക്കുട്ടനും വാരി കൊടുക്കണമെന്ന് പറഞ്ഞേ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് എന്താ വാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കല്ലുമോള ഉറക്കുവാണ്. കല്ലുമോൾ ഇന്ന് ഉറക്കം ശരിയായിട്ടില്ല. അങ്ങനെ കല്ലുമോള ഉറക്കി കഴിഞ്ഞിട്ട് വേണം എനിക്കും കഴിക്കാനായിട്ട്. കല്ലുവിനെ കുറച്ച് നേരമൊക്കെ തോളെ കിടത്തി ഉറക്കും. അത് കഴിയുമ്പോൾ പിന്നെ ആൾ കയ്യിലിരുന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ അവിടെ കിടത്തും കട്ടിലിൽ. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കല്ലുമോള ഉറങ്ങി വന്നിട്ടുണ്ട് ആൾ. പക്ഷേ എന്നാലും അനങ്ങുന്നുണ്ട്. കിടത്തി കഴിയുമ്പോൾ ആൾ എഴുന്നേറ്റ് വരും. അപ്പോൾ ഒന്നും കൂടി നല്ല ഉറക്കമായിട്ട് കിടത്താമെന്ന് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് കല്ലുമോള ഉറക്കിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ മഴ പെയ്തു കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ വേനൽ മഴ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് ഇങ്ങനെ അടുപ്പിച്ച് 2 ദിവസം വേനൽ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ചൂടിനൊരു കുറവില്ല കേട്ടോ. ആ മഴ പെയ്തൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടാണ് കേട്ടോ. പിന്നെ രാത്രിയാകുമ്പോൾ കറണ്ട് പോക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദാ മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ മഴ പെയ്തെങ്കിലും നമ്മൾ ഒന്നും ചെടികൾക്ക് നനയ്ക്കുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ മഴ പെയ്ത. അത്ര ശക്തമായ മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ദാ നിമോചേട്ടൻ ആ മഴ പെയ്തപ്പോഴത്തേക്കും ഒരു സന്തോഷത്തിന് കാണിക്കുന്നതാണ് കേട്ടോ. കല്ലുമോള് മഴ കണ്ടിട്ടുണ്ടെങ്കിലും കല്ലുമോൾക്ക് മഴ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ഈ വെള്ളം മേളിൽ നിന്ന് വീഴുന്ന എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കല്ലുമോളുടെ ആ ഒരു നോട്ടവും ഇത് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിമോചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞ് കല്ലുമോളെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ പുറത്ത് നിന്ന് മഴയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അകത്തോട്ട് കയറി കേട്ടോ. മഴ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചായ ഇടാനായിട്ട് വന്നു. അങ്ങനെ ദാ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ ഇട്ടിട്ട് വേണം ഞങ്ങൾക്ക് തൂത്തൊക്കെ വാരണം. അപ്പോഴത്തേക്കും അമ്മ കടയിൽ പോയിട്ടുണ്ട്. എന്താണ് സ്നാക്സ് എന്തെങ്കിലും മേടിക്കാനായിട്ട്. പിള്ളേർക്ക് നമ്മൾ വൈകിട്ട് ചായയോടൊപ്പം എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കതൊരു കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഇത് നിമോചേട്ടൻ ചെടിക്ക് നനയ്ക്കുന്നതാണ്. കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല, ചുമ്മാ മഴ പെയ്തു. അങ്ങനെ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുഖത്തൊന്ന് നോക്കിയാൽ കുറച്ച് നേരമൊന്നും ഞാൻ കിടന്നു. പക്ഷേ ഉറങ്ങിയൊന്നുമില്ലായിരുന്നു. അപ്പോഴത്തേക്കും എന്താ അച്ചിക്കുട്ടൻ കളിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അച്ചിക്കുട്ടനെ യാദൃശ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ പിടിച്ചിരുത്തി എടുത്തതാണ്. അങ്ങനെ ദാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിൽ വൈകിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ ബൈ.